So welcome back to Concept Basket. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലെ എൻഡോമെംബ്രെയിൻ സിസ്റ്റം നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിലും മറ്റുമൊക്കെ ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, മാം പ്ലാസ്മ മെംബ്രെയിൻ ഒന്ന് എടുത്തു തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ യെസ്, പ്ലാസ്മ മെംബ്രെയിൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കോൺസെപ്റ്റ് ബാസ്ക്കറ്റ് വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾറൈറ്റ്, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഡിഫിക്കൽട്ടി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി ഈ ഒരു സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് മൊത്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല അല്ലേ, ഫുൾ ഫാക്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരിക്കും കുറേ ആൾക്കാർക്ക് ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇങ്ങനെ കോൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇത് കേൾക്കുക. ജസ്റ്റ് ഇത് കേട്ടതിന് ശേഷം ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത്രയും ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. സോ യെസ്, സെൽ മെംബ്രെയിൻ നമ്മുടെ 1950 കാലഘട്ടത്തിൽ 1950s ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ വളരെയധികം പ്രാബല്യത്തിൽ വന്നു. അല്ല, അതിൻ്റെ കണ്ടുപിടുത്തവും അത് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് ഉള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ വരവോട് കൂടിയിട്ടാണ് നമുക്ക് സെൽ മെംബ്രെയിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റിയിരുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വരുന്നതിന് മുന്നേയും ഈ ഒരു സെൽ മെംബ്രെയിനുള്ള കെമിക്കൽ കോമ്പോസിഷൻ്റെയും മറ്റും പഠനങ്ങൾ നടത്തിയപ്പോൾ സയൻറ്റിസ്റ്റുമാർക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ അതിൽ നിന്ന് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് അവർക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഈ പഠനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, സെൽ മെംബ്രെയിനിൽ പ്രധാനമായിട്ടും, ഞാൻ പറയുന്നത് മോസ്റ്റ്ലി ഇത് മാത്രമെന്നല്ല, പ്രധാനമായിട്ടും എന്താണുള്ളത്, പ്രോട്ടീൻസും ലിപ്പിഡ്സും ആണ് ഉള്ളത്. ഇതിൽ ലിപ്പിഡ് എന്ന് പറയുന്നത് ബൈലെയർ ലൈറ്റ് ആണ് ഉള്ളത്, ഫോസ്ഫോലിപ്പിഡ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈലെയർ എന്ന് പറയുമ്പോൾ 2 ലെയർ അല്ലേ, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പോളാർ ഹെഡ് അതായത് പോളാർ എന്ന് പറയുമ്പോൾ വെള്ളവുമായിട്ട് ഒത്തുപോകുന്നത് അല്ലേ, അതിൽ ഒത്തുപോകുന്ന അലിയുന്ന അല്ലെങ്കിൽ ഒത്തുപോകുന്ന വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഒത്തുപോകുന്ന ആ ഒരു ഭാഗം സെൽ മെംബ്രെയിൻ്റെ പുറത്തോട്ടും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ, പോളാർ ഹെഡ് എന്ന് പറയുമ്പോൾ മറ്റേ നമുക്ക് ടെയിൽ എന്ന് പറയാം, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ സെല്ലിൻ്റെ അകത്തോട്ടുമായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ ആയിട്ടുള്ളത്, ഈ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആ ടെയിൽ ഭാഗം നമ്മൾ അക്വസ് എൻവിറോൺമെന്റ് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അക്വസ് എൻവിറോൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അല്ലേ, ഇത്ര സെറ്റല്ലേ. ഇനി ഒരുപാട് ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി സയൻറ്റിസ്റ്റുമാർ എന്തും കൂടി കണ്ടുപിടിച്ചു, നമ്മുടെ സെൽ മെംബ്രെയിനിൽ എന്തൊക്കെയുണ്ട്, കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട് പ്രോട്ടീൻസും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായില്ലടാ, സെറ്റ്. ഇനി ഈ പ്രോട്ടീൻസിൻ്റെയും അതുപോലെ തന്നെ ലിപ്പിഡ്സിൻ്റെയും ഒക്കെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് പല കോശങ്ങളിലും പലതായിരിക്കും. പല കോശങ്ങളിലും പലതായിരിക്കും. RBC ഹ്യൂമൻ മനുഷ്യന്മാരുടെ RBC എടുത്ത് നോക്കിയപ്പോൾ 52% പ്രോട്ടീൻസും 40% ലിപ്പിഡ്സും ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു ഇത് ചോദിക്കും. 52 പ്രോട്ടീൻ 40 ലിപ്പിഡ്, സെറ്റ് ആണോ? 40% എന്നാണ് ലിപ്പിഡ്, 52% എന്നാണ് പ്രോട്ടീൻ. ഇത്ര ഓക്കെ അല്ലേ നിങ്ങൾക്ക്, സെറ്റ് അല്ലേ? ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, പെർഫെക്റ്റ് അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഫോസ്ഫോലിപ്പിഡ്സ് അല്ലേ. ഈ ഫോസ്ഫോലിപ്പിഡ്സ് കൂടാണ്ട് സെൽ മെംബ്രെയിനിൽ കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ ലിപ്പിഡ് കമ്പോണന്റ് എന്ന് പറയുന്നതിൽ മെയിൻ ആയിട്ടുള്ളത് ഫോസ്ഫോഗ്ലിസറൈഡ് ആയിരിക്കും കേട്ടോ. മെംബ്രെയിൻസിൽ ഫോസ്ഫോഗ്ലിസറൈഡ്, ദാറ്റ്സ് ഇറ്റ്. ഓൾറൈറ്റ്, ഇനി ഈസ് ഓഫ് എക്സ്ട്രാക്ഷനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ പ്രോട്ടീൻസിനെ പറയുകയാണെങ്കിൽ പെരിഫറൽ ആയിട്ടുള്ളതുണ്ട്, ഇന്റഗ്രൽ ആയിട്ടുള്ളതുണ്ട്. ഇപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെരിഫറൽ എന്ന് പറയുമ്പോൾ ഇത് സെൽ മെംബ്രെയിന് പുറമേ ആയിട്ടാണ് കാണുക. ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് പാർഷ്യലി ഭാഗികമായോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മുഴുവനായോ ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എംബഡഡ് ആയിരിക്കും, ബറീഡ് ആയിരിക്കും. ഇത്രങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി 1972 1972 വെരി ഇമ്പോർട്ടൻറ്റ് സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുമാർ നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഒരു സ്ട്രക്ചർ ശാസ്ത്ര ലോകത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ്. ഈ മോഡൽ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ഏറ്റവും കൂടുതലായിട്ട് എൻട്രൻസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഏത് വർഷം ആരൊക്കെ കൊണ്ടുവന്നു, എന്താണ് ഇതിന്റെ പ്രത്യേകത? പേര് തന്നെയുണ്ട് ഫ്ലൂയിഡ്, അതായത് നമ്മുടെ ലിപ്പിഡിന്റെ ഈ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ. എന്തിന് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചൊരു ഒഴുക്കുള്ളത് അല്ലേ, മനസ്സിലായല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ മെംബ്രെയിനിൽ
പ്രോട്ടീൻസിന്റെ ലാറ്ററൽ മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെംബ്രെയിനിൽ ഈ പ്രോട്ടീൻസിനും സബ്സ്റ്റൻസസിനുള്ള ഈ ഒരു മൂവ് ചെയ്യാനുള്ള എബിലിറ്റിക്കാണ് നമ്മൾ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞാൽ ഈ എബിലിറ്റി അല്ലെ, ഈ ഒരു കഴിവിനെയാണ് നമ്മൾ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. സെറ്റാണോ നിങ്ങൾക്ക്? ഇത്ര എല്ലാവർക്കും ഓക്കെ അല്ലേ? ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സെറ്റ് അല്ലേ? യെസ്. ഇനി നമ്മൾ പറയുന്നത് ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിന് അല്ലെങ്കിൽ ഫ്ലൂയിഡ് നേച്ചർ ഉള്ളത് കൊണ്ട് ഇതിന് ഒരുപാട് ഉപയോഗമാണ് നമ്മുടെ സെല്ലിനുള്ളത്. ഒന്ന്, സെൽ ഗ്രോത്തിന് അത് സഹായിക്കുന്നുണ്ട്. ഇന്റർ സെല്ലുലാർ ജംഗ്ഷൻസ് ഉണ്ടാകാൻ ഫോർമേഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സെക്രീഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ എൻഡോസൈറ്റോസിസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സെല്ല് ഡിവിഷന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സെൽ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സെല്ലുകൾ തമ്മിൽ ഇന്റർ സെല്ലുലാർ ജംഗ്ഷൻസിന്റെ ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സെക്രീഷന് വേണ്ടി സെല്ലിൽ നിന്ന് പുറത്തോട്ട് സെക്രീഷന് വേണ്ടി സഹായിക്കും. സെല്ലിനകത്തോട്ട് എൻഡോസൈറ്റോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സെല്ല് ഡിവിഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രങ്ങൾക്ക് ഓക്കെ അല്ലടാ? ഇനി എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രധാനമായിട്ടുള്ള പണി? ഈ മെംബ്രെയിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും സാധനങ്ങളെ കടത്തിവിടുക. ട്രാൻസ്ഫർ ഓഫ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ. ചോദ്യം ഇതാണ്, എല്ലാ സാധനങ്ങളെയും കടത്തിവിടും. പ്ലാസ്മ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ചില പ്രത്യേകമായിട്ടുള്ള സാധനങ്ങളെ മാത്രമേ കടത്തിവിടുകയുള്ളൂ. എന്നാൽ ഒരുപാട് സാധനങ്ങൾ ഒരു എനർജിയും ആവശ്യമില്ലാണ്ട് എന്താണ് ഫ്രീ ആയിട്ട് ഈ മെംബ്രെയിന് അക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അത് നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ട് എന്നാണ് പറയുന്നത്. എന്താണ് പാസീവ് ആയിട്ട് വേണം, പാസീവ് ട്രാൻസ്പോർട്ട് അല്ലേ? മനസ്സിലായല്ലോ? ഇനി ഒരുപാട് ന്യൂട്രൽ സൊല്യൂട്ട്സ് പറയാം. ന്യൂട്രൽ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഒന്നും ഇല്ലാത്തത് അല്ലേ? ന്യൂട്രൽ മോളിക്യൂൾസ് ഹൈ കോൺസെൻട്രേഷൻ, കൂടിയ കോൺസെൻട്രേഷൻ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട്, ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് എനർജി ഒന്നും ഉപയോഗിക്കാണ്ട് ഈ ഒരു മെംബ്രെയിൻ അക്രോസ് പോകുന്നുണ്ട് അല്ലെ? സിമ്പിൾ ഡിഫ്യൂഷനിലൂടെ, ജസ്റ്റ് എന്താണ് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെ. അപ്പോൾ വെള്ളവും ഇത്തരത്തിലാണ് പോകുന്നത്. അപ്പോൾ ഡിഫ്യൂഷനിലൂടെ വെള്ളം കടന്നു പോകുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് ഓസ്മോസിസ്. ഇനി പോളാർ സാധനങ്ങൾ, അതായത് ചാർജ് ഉള്ള വസ്തുക്കൾ ഈ നോൺ പോളാർ ആയിട്ടുള്ള മെംബ്രെയിൻ കൂടെ പോകണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒന്നെങ്കിലും ഒരു കാരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ ചില പ്രത്യേക പമ്പുകൾ വേണം അല്ലെ ഈ മെംബ്രെയിനിൽ. മനസ്സിലായോ? ഇനി നമ്മൾ ഒരുപാട് ചാർജ് ആയിട്ടുള്ള അയോൺസ് ആവട്ടെ, മറ്റു മോളിക്യൂൾസ് ആവട്ടെ, ഇതൊക്കെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ട് ഈ ഓരോ എന്താണ് ചിലപ്പോൾ ഈ പമ്പുകൾ വഴിയൊക്കെ പോവും. മനസ്സിലായോ? ഇത് ATP ഉപയോഗിച്ചിട്ടാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് പേരിൽ തന്നെ ഉണ്ട് ATP, എനർജി ആക്റ്റീവ് ആവും. നമ്മൾ എനർജി കിട്ടിയ അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് പറയുന്നത്. ഇനി ഉദാഹരണമാണ് സോഡിയം പമ്പ്, പൊട്ടാസ്യം പമ്പ്. ഇനി ആരും പ്ലാസ്മ മെംബ്രെയിൻ ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പറയരുത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ ഒന്നും കൂടി കേൾക്കുക, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക വീഡിയോ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ ആണ്. സോ യെസ്, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye.